ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സോണിയാസ് ഫുഡ് ആൻഡ് ട്രാവൽ. ഞാനിവിടെ ഇന്ന് വന്നിരിക്കുന്നത് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആലു ടിക്കി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആലു ടിക്കി ഉണ്ടാക്കുന്നതിന് വേണ്ടി 5 പൊട്ടറ്റോസ് പുഴുങ്ങി അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആണ് 2 സ്പൂൺ അരിപ്പൊടി വേണം, 2 സ്പൂൺ റവ വേണം, പിന്നെ ചില്ലി ഫ്ലേക്സ് 2 പിഞ്ച്, മല്ലിപ്പൊടി 2 പിഞ്ച്, കുരുമുളക് പൊടി 2 പിഞ്ച്, മല്ലിയില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് 1 സ്പൂൺ വേണം, പിന്നെ ജീരകം 1/2 സ്പൂൺ വേണം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗ്രീൻ ചില്ലി 3 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ആവശ്യമുണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരത്തെയൊക്കെ ആലു ടിക്കിയൊക്കെ ഫ്രോസൺ ആയിട്ട് കടകളിൽ കിട്ടുമായിരുന്നു. നമ്മൾ ഫ്രീസറിൽ കൊണ്ടുവന്ന് വെച്ച് പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ കിട്ടാൻ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇത് എങ്ങനെയാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. മാഷ് ചെയ്യുവാണ്. അതിനുശേഷം ഈ വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയാണിത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണ്. ഇത് ഏകദേശം 1 സ്പൂൺ ഉപ്പ് ഇതിന് ആവശ്യമുണ്ട്. നമുക്ക് ഇത് ഉപ്പാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നമുക്ക് 3 ഗ്രീൻ ചില്ലി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഗ്രീൻ ചില്ലി ഈ മിക്സിലേക്ക് ഇടാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കൊറിയാണ്ടർ പൗഡറാണ്. അത് ഒരു 2 പിഞ്ച് മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. അതും ഒരു പിഞ്ച് മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ജീരകം പൊടിച്ചതാണ്. അത് 1 പിഞ്ചിടാം. പിന്നെ നമുക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. അതും ഒരു പിഞ്ചിടാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊറിയാണ്ടർ ലീഫ് ആണിത്. അത് നമുക്ക് ഇടാം. കൊറിയാണ്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് കൊറിയാണ്ടർ വേണേൽ അവോയ്ഡ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണത്. ഇനി നമുക്ക് ഈ ആലു ടിക്കിയുടെ സീക്രട്ടായ റവ 2 സ്പൂൺ ഇടാം. ഈ റവ ഇടുന്നത് നമ്മളിത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയാണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇത് ക്രിസ്പി ആയിട്ട് വരുന്നതിന് വേണ്ടി നമ്മൾ 2 സ്പൂൺ റൈസ് പൗഡർ ഇടുന്നുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് നമുക്കിനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പൊട്ടറ്റോയെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ, എന്തെങ്കിലും കോക്കനട്ട് ഓയിലോ ഏത് എണ്ണയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് കുറച്ച് അപ്ലൈ ചെയ്യുവാണെങ്കിൽ പിടിക്കുന്ന പ്രശ്നം മാറിക്കിട്ടും. നമ്മൾ ഈ മിക്സ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോയെ എടുത്ത് ഇതിനെ എങ്ങനെയാണ് ആലു ടിക്കി ആക്കാൻ വേണ്ടി ഷേപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ആലു ടിക്കിയുടെ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബോളാക്കി കുറച്ച് മിക്സ് ഇങ്ങനെ എടുത്തിട്ട് റൗണ്ടാക്കിയതിന് ശേഷം അതിനെ ഇങ്ങോട്ട് പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് 2 സൈഡും പ്രസ് ചെയ്തിട്ട് അത് സൈഡ് ഇങ്ങനെ ഒരു പ്ലേറ്റിലോ എവിടെയാണോ നല്ല ക്ലീൻ ഗ്രാനൈറ്റ് ടോപ്പ് ആണെങ്കിൽ അതിൽ വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ഓരോന്നോരോന്ന് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ആലു ടിക്കി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിവിടെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗവിൽ ഒരു നോൺ സ്റ്റിക്ക് പാൻ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഇത് എണ്ണ ബോയിലായി വരുമ്പോഴത്തേക്കും നമുക്ക് 1 by 1 ആയിട്ട് ഈ ആലു ടിക്കി ഓരോന്നോരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണ ചൂടായിട്ട് ഇടണം. പിന്നെ നിങ്ങളിത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. നമുക്ക് ആദ്യമേ ഒരു 4 ടിക്കീസ് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ബാക്കിയുള്ളത് കുക്ക് ചെയ്യാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും, കാരണം നമ്മളതിൽ റൈസ് ഫ്ലോർ ഇട്ടത് അത് ക്രിസ്പി ആയിട്ട് വരുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഇത് ഏകദേശം ഒരു സൈഡ് ആയി ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും അത് മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഇതാവുന്നിടം വരെ ഇത് ഇവിടെ നോക്കി നിന്ന് നമുക്ക് കുക്ക് ചെയ്യാം.
ഇതിൻ്റെ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇനി തിരിച്ച് അതർ സൈഡും കൂടി കുക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വീണ്ടും ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ആലു ടിക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു നല്ല ഈവനിങ് സ്നാക്സാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഇത് നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.